പശ്ചിമേഷ്യ വിറപ്പിച്ച 12 ദിവസത്തെ യുദ്ധത്തിനിടെ ഇസ്രായേലിൻ്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടമുണ്ടാക്കാൻ ഇറാൻ്റെ മിസൈലുകൾക്കായി എന്നാണ് ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത്. ഇസ്രായേലാകട്ടെ ഒരു വിവരവും പുറത്തു പറയുന്നില്ല. എവിടെയൊക്കെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്, എത്ര തോതിൽ നാശനഷ്ടമുണ്ടായി, ഇതൊന്നും ഇസ്രായേൽ പുറത്തു പറയുന്നില്ല. പക്ഷേ ഇതെല്ലാം ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ തെളിവാണ്. യുദ്ധമേഖലയിലെ നാശനഷ്ടങ്ങൾ ഉപഗ്രഹങ്ങൾ വഴി ട്രാക്ക് ചെയ്ത് പുറത്തുവിടുന്ന ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി തയ്യാറാക്കിയ ആ ഉപഗ്രഹ ചിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് UK-ലെ ദി ടെലഗ്രാഫ് ആണ് ഈ വിവരം പുറത്തുവിട്ടത്. സൈനിക താവളങ്ങളിലും മറ്റ് സുപ്രധാനമായ കേന്ദ്രങ്ങളിലും ഇറാൻ ആക്രമണത്തിലുണ്ടായ നാശനഷ്ടങ്ങൾ പുറത്തുവിടുന്നത് ഇസ്രായേൽ വിലക്കിയിരുന്നു. ഇറാന് അവരുടെ മിസൈൽ ശേഷി മെച്ചപ്പെടുത്തുന്നതിന് ഈ വിവരങ്ങൾ പുറത്തായാൽ അത് സാധ്യമാക്കുമെന്ന ഭീതി കൊണ്ടാണ് തങ്ങളിത് പുറത്ത് പറയാത്തതെന്നാണ് ഇസ്രായേലിൻ്റെ ന്യായം. പക്ഷേ ഇതോടെ ഇസ്രായേൽ സേനയ്ക്ക് എല്ലാം വ്യക്തമായിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ എല്ലാ കേന്ദ്രങ്ങളുടെയും ലൊക്കേഷനുകളും മിസൈൽ അയക്കേണ്ട കോർഡിനേഷനുകളുമൊക്കെ ഇറാൻ്റെ പക്കലുണ്ട്. ഇതാണ് പറഞ്ഞത്, യുദ്ധമൊന്ന് നീണ്ടു നിന്നിരുന്നെങ്കിൽ ഇസ്രായേലിൻ്റെ ചിത്രം മറ്റൊന്നായി മാറിയത്. ടെൽനോഫ് വ്യോമത്താവളം, ഗിലിയോത്ത് ഇൻ്റലിജൻസ് കേന്ദ്രം, സിപ്പോർത്ത് ആയുധ നിർമ്മാണ കേന്ദ്രം തുടങ്ങിയവയടക്കമുള്ള 5 കേന്ദ്രങ്ങളാണ് തകർക്കപ്പെട്ടതെന്ന് ഇപ്പോൾ ഈ ഉപഗ്രഹ ചിത്രങ്ങൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിലേക്ക് അയച്ച ഓരോ മിസൈലിനും ഇറാന് കണക്കുണ്ട്. അത് എവിടെയൊക്കെ ലക്ഷ്യമിട്ടാണ് അയച്ചത്, എവിടെയൊക്കെ പതിച്ചു, എത്ര നാശനഷ്ടമുണ്ടാക്കി, എത്ര മിസൈലുകൾ പാഴായിപ്പോയി എന്നൊക്കെ ഇറാന് വ്യക്തമായി അറിയാം. 12 ദിവസത്തെ യുദ്ധത്തിനിടെ 500-ലേറെ വിലപിടിപ്പുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചത്. 1100 ഡ്രോണുകളും പ്രയോഗിച്ചു. ഇസ്രായേൽ സൈനിക താവളങ്ങളിൽ 6 മിസൈലുകൾ പതിച്ചെന്നാണ് ഒരു റിപ്പോർട്ട് പറയുന്നത്. ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിച്ച് മറ്റ് 36 മിസൈലുകളും വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി തന്നെ ചെന്ന് പതിച്ചു. 28 പേർ മരിച്ചെന്നും 2305 ഇസ്രായേലി വീടുകൾ തകർന്നെന്നും 240 മറ്റ് കെട്ടിടങ്ങൾ തകർക്കപ്പെടുകയും ചെയ്തെന്നും റിപ്പോർട്ടിലുണ്ട്. 2 യൂണിവേഴ്സിറ്റികളും ഒരു ആശുപത്രിയുമൊക്കെ ഇറാൻ്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിൽ തകർന്നു. ഇസ്രായേലിൻ്റെ പക്കലുള്ള ലോകത്തെ നമ്പർ 1 പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈലുകൾ തടുക്കുന്നതിൻ്റെ നിരക്ക് കൂടുതലാണെങ്കിലും യുദ്ധം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്തോറും ഈ ശേഷി കുറഞ്ഞു വരികയാണെന്നും റിപ്പോർട്ട് വ്യക്തമായി പറയുന്നു. 7-ാം ദിവസമായപ്പോഴേക്കും ഇറാൻ വിക്ഷേപിച്ച മിസൈലുകളിൽ 16% ഇസ്രായേലിൽ ലക്ഷ്യം കണ്ടു. അതാണ് പറഞ്ഞത്, യുദ്ധം 3-4 ദിവസം കൂടി നീണ്ടിരുന്നെങ്കിൽ ഇസ്രായേലിൻ്റെ ചിത്രം മറ്റൊന്നതിനെ കൂടുതൽ ലക്ഷ്യങ്ങളിലേക്ക് ഇറാൻ്റെ മിസൈലുകൾ കൃത്യതയോടെ വന്ന് പതിച്ചനെ. ഇസ്രായേലിൻ്റെ കയ്യിലുള്ള വ്യോമ പ്രതിരോധ ശേഷി, ആ മിസൈലുകളുടെ എണ്ണമൊക്കെ കുറഞ്ഞെന്നും ഇറാൻ അത്യാധുനിക മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതുകൊണ്ട് ഇസ്രായേലിലെ നാശനഷ്ടത്തിൻ്റെ തോത് കൂടിയെന്ന് റിപ്പോർട്ടിലുണ്ട്. എന്തായാലും ഇസ്രായേൽ ഒരു കനത്ത അടി തന്നെയാണ് ചോദിച്ചു വാങ്ങിയത് ഇറാനോട്. കാരണം ഇറാൻ്റെ പക്കൽ എത്ര അണുവായുധമുണ്ട്, അല്ലെങ്കിൽ എത്ര മിസൈലുകളുണ്ട്, ഏതൊക്കെ മിസൈലുകളുണ്ട്, അതിലേതൊക്കെയാണ് ബാലിസ്റ്റിക്, ഏതൊക്കെ മാരകമാണെന്നൊക്കെ അമേരിക്കയടക്കം ഇസ്രായേലടക്കം ഒരു രാജ്യത്തിനും വ്യക്തമായ വിവരമില്ല. അതെല്ലാം ഇറാൻ വളരെ രഹസ്യമാക്കി തങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി കാത്തുവച്ചിരുന്നതാണ്. പക്ഷേ യുദ്ധം ഒഴിവാക്കാമായിരുന്നു. തുടങ്ങി വെച്ചത് ഇസ്രായേലാണെന്ന് ഇറാൻ ഇപ്പോഴും പറയുന്നു. അതുകൊണ്ട് തന്നെ ആണവായുധം ഉണ്ടാക്കുകയല്ല, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി ആണവ ഊർജ്ജം പ്രയോഗിക്കാനുള്ള പദ്ധതികളുമായി തങ്ങൾ ഇനിയും മുന്നോട്ട് പോകും. വെറും മാസങ്ങളുടെ കാലതാമസം മാത്രമേ ഈ അമേരിക്കയുടെ ബോംബാക്രമണത്തിന് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് മേൽ വരുത്താനായുള്ളൂ എന്നാണിപ്പോൾ ഇറാൻ്റെ ന്യായം. എന്തായാലും ഇസ്രായേൽ ഇനിയെങ്കിലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇസ്രായേലിലെ ഓരോ കേന്ദ്രത്തിൻ്റെയും കൃത്യമായ ലൊക്കേഷൻ ഇറാൻ്റെ പക്കലുണ്ട്.